യേശു ഒരിടത്ത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ കച്ചവട സ്ഥലമാക്കി. നിങ്ങൾ എന്താണ് അതുവഴി മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ ദേവാലയത്തിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നെന്നുള്ളതാണോ അതിന് കച്ചവട സ്ഥലം എന്ന് പറഞ്ഞൊരർത്ഥം? അല്ല. കച്ചവടത്തെ നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ലാഭം എന്ന് പറഞ്ഞൊരു ഘടകം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുവന്ദനത്തിലേക്ക് സ്നേഹവന്ദനം. പച്ച മനുഷ്യൻ എന്നൊരു വാക്ക് യേശു തന്നെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പശ്ചാത്തലം നമുക്കറിയാം. കുരിശിൻ്റെ വഴിയിലാണ് സ്ത്രീകൾ മാറത്തടിച്ച് നിലവിളിയോടുകൂടി അവനെ അനുയാത്ര ചെയ്യുക. അവരോടവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഓർത്തല്ല കരയേണ്ടത്, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുക. പച്ചമരത്തോട് അവരിപ്രകാരം വർത്തിക്കുന്നുണ്ടെങ്കിൽ ആ വാക്ക് ശ്രദ്ധിക്കണം. പച്ചമരത്തോട് എന്തൊരു ധൈര്യമാണ്. ഒരാളയാളുടെ ജീവിതത്തെ സംഗ്രഹിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചുരുക്കെഴുത്ത് കണക്ക് നമുക്കത് അനുഭവപ്പെടുന്നു. ഉണക്കമരം എന്ന് പറയുന്നത് വളരെ പേടിപ്പിക്കുന്നൊരു സങ്കല്പമാണ്. ഏത് കാറ്റിലും വീഴാവുന്ന, ഏതൊരു ഫ്രിക്ഷനിലും ആളിക്കത്താവുന്ന, കാര്യമായ നിലനിൽപ്പില്ലാത്ത ഒന്നാണ് ഈ ഉണക്കമരം എന്ന് പറയുക. ഭൂമിയിൽ ഉണക്കമരങ്ങൾ പെരുകുന്നു എന്നൊക്കെ നമ്മൾ ഭയപ്പെടുന്നൊരു കാലത്തിനകത്ത് ആ പച്ചമരം സമാധാനം തരുന്നൊരു സങ്കല്പത്തിന് തുരുത്താവുന്നു. യേശു ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മെറ്റഫർ എന്ന നിലയിൽ വേണം നമ്മളതിനെ കാണാനായിട്ട്. ദൈവരാജ്യം എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ യേശു അതിനെ വിശേഷിപ്പിക്കുന്ന മരമെന്ന് തന്നെ. ഒരിത്തിരി പോകുന്നൊരു വിത്ത് ഇങ്ങനെ മുഴുവൻ കിളികൾക്കും ചേക്കേറാൻ പറ്റുന്ന വിധത്തിൽ വൻവൃക്ഷമായി മാറുന്ന കഥയാണല്ലോ ദൈവരാജ്യ സങ്കല്പം. പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണെന്നൊക്കെയുള്ള യേശുമൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പച്ച മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സൂചനകളാണ്. ഒരുപക്ഷെ ഈ ഭൂതലത്തിലുണ്ടായ ഏറ്റവും നല്ല പച്ചമരത്തിൻ്റെ പേരാണ് യേശു. അടിമുടി നനവുള്ള, നിറയെ തളിർപ്പുകളുള്ള, സുഹൃതത്തിൻ്റെ പൂക്കളും പഴങ്ങളും മധുരവുമൊക്കെ ഉള്ള ഒരാളാണ്. ഇങ്ങനെ നിറയെ സജീവമായിരിക്കണം അവൻ്റെ ഓരോ കോശങ്ങളും. ഒരു വൃക്ഷം പച്ചയായിട്ട് മാറുന്നത് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ജീവരസം ഒഴുകുമ്പോഴാണ്. മനുഷ്യരാശിയുടെ ജീവരസം എന്ന് പറയുന്ന സാപ്പ് എന്ന് പറയുന്നത് സ്നേഹം. ഒരു കോശത്തിൽ നിന്ന് മറ്റൊരു കോശത്തിലേക്ക് ഇത്രയും സ്നേഹരസം പ്രവഹിച്ചു കൊണ്ടിരുന്ന മറ്റൊരു നിലനിൽപ്പ് ഈ വാഴ്വിൽ വേറെ ഉണ്ടാവില്ല. ഇപ്പോൾ സ്വയം വിശേഷിപ്പിക്കാനായിട്ട് അവിടെ കണ്ടെത്തുന്ന ആ രൂപകം നമുക്ക് ഒരു ചിന്തയ്ക്കുള്ള നക്ഷത്രമാണ്. നമുക്കിങ്ങനെ മുമ്പോട്ട് പോകാനായിട്ടും സഞ്ചരിക്കാനുമായിട്ടുള്ള വാക്കിൻ്റെ നക്ഷത്രമായിട്ട് ആ പദത്തെ എടുത്താൽ നല്ലതാണ്. നിങ്ങളൊരു പച്ച മനുഷ്യനാണോ അല്ലേ എന്നുള്ള പ്രശ്നം. നമ്മുടെ സ്മൃതികളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇടം കണ്ടെത്തിയ എല്ലാ മനുഷ്യർക്കും പൊതുവായിട്ടൊരു ഘടകമുണ്ട്. അവരിങ്ങനെ വളരെ പച്ചയായ മനുഷ്യരായിരുന്നു, വളരെ ഗ്രാമീണരായ മനുഷ്യരായിരുന്നു, വളരെ നെയ്വായ മനുഷ്യരായിരുന്നു. സുവിശേഷം വാസ്തവത്തിൽ ഈ ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോകാനുള്ള ക്ഷണം കൂടിയത്. നമുക്കറിയാം, പൂർണ്ണാർത്ഥത്തിൽ ഇന്ന് അധികം ഗ്രാമങ്ങളൊന്നും ഈ ദേശത്തില്ല. മിക്കവാറും എല്ലാ ഗ്രാമങ്ങളും ഇങ്ങനെ അർബനൈസ്ഡാണ്. അതിൻ്റെ സങ്കല്പങ്ങളും അതിൻ്റെ ജീവിത രീതിയും അതിൻ്റെ ജീവിത സാഹചര്യങ്ങളുമൊക്കെ ഒരു നഗരവുമായിട്ട് കാര്യമായ അകലമുള്ളതല്ല. ഇപ്പോൾ ഗ്രാമമെന്ന് പറയുന്നൊരു സങ്കല്പമാണ് വാസ്തവത്തിൽ. നമുക്കറിയാം, സുവിശേഷം തീരുമ്പോൾ ഈ ജെറൂസലേമിൽ ഒരു പക്ഷേ കുരുങ്ങിപ്പോകാവുന്ന, പെട്ടുപോകാവുന്ന ഒരു ശിഷ്യ സമൂഹത്തെ ഇങ്ങനെ തൊട്ടുണർത്തിക്കൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്: നിങ്ങൾ ഗലീലയിലേക്ക് മടങ്ങിപ്പോവുക. ഏതെങ്കിലും തരത്തിൽ ഏത് നഗരത്തെ പാർക്കുമ്പോഴും, ഏത് നഗരത്തിൻ്റെ ഭാഗമായിട്ട് വർത്തിക്കുമ്പോഴും, ഏത് നഗരത്തിൻ്റെ ആഭിചാരങ്ങളിൽ പെട്ടുപോകുമ്പോഴും സങ്കല്പം കൊണ്ട് ഈ പറഞ്ഞ അവനവൻ്റെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു ബോധം ഈ സുവിശേഷ വായനക്കകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിങ്ങനെ മടങ്ങിപ്പോകുക എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളിലേക്കും പച്ച മനുഷ്യരിലേക്കും മടങ്ങിപ്പോകാമെന്ന് കൂടി അതിനർത്ഥമുണ്ട്. അപ്പോൾ ഇങ്ങനെ പച്ച മനുഷ്യനായിട്ട് നിലകൊള്ളുക എന്ന് പറഞ്ഞ ഒരു ദൂതിനെ കുറേ കൂടി ഗൗരവമായിട്ട് എടുത്താൽ നല്ലതാണ്. ജൈവമനുഷ്യൻ എന്ന് പറഞ്ഞൊരു വാക്കാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഭാഷയിൽ ഒരു പക്ഷേ ആ പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആനന്ദായിരിക്കും. ആനന്ദ വളരെ സങ്കീർണമായ വിഷയങ്ങൾ മാത്രം പറയുന്ന ഏറ്റവും ഇങ്ങനെ ഗൗരവമായ വായന അർഹിക്കുന്നൊരു എഴുത്തുകാരൻ്റെ പേരാണ്
ഈ ആനന്ദ് എന്ന് പറയുക. സ്വാഭാവികമായിട്ട് അദ്ദേഹം ജയമനുഷ്യനൊക്കെ പറയുമ്പോൾ അതിന് നമ്മളീ പറയുന്ന കണക്ക് വളരെ സരളമായൊരു വിചാരമല്ല. വളരെയേറെ സാമൂഹ്യ രാഷ്ട്രീയ അടരുകളുള്ള ഒരു കൃത്യമായൊരു അനലിറ്റിക്കായൊരു വർക്കിൻ്റെ പേരാണ് ജൈവമനുഷ്യൻ എന്ന് പറയുക. പക്ഷെ ആ ശീർഷകം എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നുണ്ട്. ഒരു ജൈവമനുഷ്യൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്? കുട്ടികളോട് ഈ ക്ലാസ് മുറികളിലൊക്കെ പറയുന്നൊരു വിചാരമാണ് വാസ്തവത്തിൽ. മുതിർന്നവർക്കും അതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തരി പ്രകാശം ലഭിക്കുമെന്നുള്ള സങ്കല്പത്തിൽ അതൊന്ന് ആവർത്തിക്കുക. എന്താണ് ഒരു അനാട്ടമി ക്ലാസ്സിലെന്നതുപോലെ ഒരു ജൈവമനുഷ്യൻ്റെ സങ്കല്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം? അതിങ്ങനെ ശിരസിൽ കവിതയുള്ള മനുഷ്യൻ എന്നാണ് എൻ്റെ അർത്ഥം. ലോകത്തിന് വേണ്ടി ഒരു ഭാവന ആവശ്യമുണ്ട്. ലോകത്തെ മുമ്പോട്ട് കൊണ്ടുപോയി ഇത് മുഴുവൻ മനുഷ്യൻ്റെ ഭാവനകളാണ്. ലോകത്തെ ഏറ്റവും മനോഹരമായൊരു ഭാവനയാണ് ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞൊരു ഭാവന. മനുഷ്യൻ അസംതൃപ്തരായിട്ടും സംഘർഷത്തിലും ദുഃഖത്തിലുമൊക്കെ ജീവിക്കുമ്പോഴേക്കും വേദപുസ്തകം വെച്ച് നീട്ടുന്ന ഭാവനയുടെ പേരാണ് ഇങ്ങനെ ദൈവരാജ്യം. തൃപ്തിയിലും സ്നേഹത്തിലും പരാശ്രയത്തിലും ഇങ്ങനെ ആലിംഗനത്തിലും അവബോധങ്ങളിലുമൊക്കെ മനുഷ്യരിങ്ങനെ പ്രകാശിതരായി ജീവിക്കുന്ന ഒരു കാലത്തെ വിളിക്കേണ്ട വാക്കാണല്ലോ ദൈവരാജ്യം എന്ന്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഭാവന. അപ്പോൾ ശിരസിൽ ഒരിത്തിരി പോയട്രി കൊണ്ട് നടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. പോയട്രിയുടെ ഒരു നന്മയോ തിന്മയോ എന്ന് പറയുന്നത് അതിനകത്ത് കാര്യമായ ലാഭനഷ്ട വിചാരങ്ങളില്ല. വാസ്തവത്തിൽ ഈ ലാഭം എന്ന് പറയുന്നൊരു കാര്യം മനുഷ്യഭാവനയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തടസ്സപ്പെടുത്തുന്ന ഏറ്റവും വലിയ കടമ്പയാണ്. നമ്മളേർപ്പെടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കകത്ത് എന്ത് ലാഭമുണ്ടെന്നൊരു വിചാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിന് ഭംഗിയില്ല. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ഇങ്ങനെ അപ്പത്തെ പുഴയിലേക്ക് ഒഴുക്കി വിടുക എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ളൊരു തിരുവചനം അതാണ്. എന്താ ഇതിൻ്റെ സൂചന? കൊയ്ത്ത് കഴിയുമ്പോഴേക്കും ഇതിനകത്തുനിന്ന് കുറച്ച് കറ്റകളെടുത്തിട്ട് ഈ പുഴയിലേക്ക് ഒഴുക്കി വിടും. നൈലിൻ്റെയൊക്കെ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് ഈ കാര്യങ്ങൾ നടക്കുക. ഈ നൈലിലേക്ക് ഇതിങ്ങനെ ഒഴുക്കി വിടുന്നു. അലകൾ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇത് അടിയുന്നു. ആ അടിഞ്ഞിടത്ത് അതിങ്ങനെ വേരുമുളക്കുകയും പിന്നീട് അത് കൊയ്ത്താവുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പോലും അറിയാത്ത ഏതോ ഇടത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അപ്പമാരോ ഭക്ഷിക്കുക. ആര് എവിടെ നിന്നുള്ളതല്ല പ്രധാനം. ഈ വലിയ കാലത്തിൻ്റെ പുഴയിലേക്ക് നിങ്ങളുടെ ബോധത്തിൻ്റെയും ഭാവനയുടെയും അധ്വാനത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും ഒക്കെ അപ്പത്ത് ഒഴുക്കി വിടുക എന്നുള്ള ഒന്നാമത്തത്. ഇത്രയും ലാഭനഷ്ടങ്ങളെക്കുറിച്ച് മനുഷ്യർ ബേജാറാവാൻ പാടില്ല. യേശു ഒരിടത്ത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ കച്ചവട സ്ഥലമാക്കി. നിങ്ങൾ എന്താണ് അതുവഴി മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ ദേവാലയത്തിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നെന്നുള്ളതാണോ അതിന് കച്ചവട സ്ഥലം എന്ന് പറഞ്ഞൊരർത്ഥം? അല്ല. കച്ചവടത്തെ നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ലാഭം എന്ന് പറഞ്ഞൊരു കടവാണ്. എവിടെ മനുഷ്യർ ലാഭത്തെക്കുറിച്ച് ഇങ്ങനെ പ്രിയോക്യുപ്പൈഡ് ആയിക്കഴിഞ്ഞാൽ ആ ഇടം കച്ചവട സ്ഥലമായിട്ട് മാറും. ഒരു വിവാഹം പോലും ഇങ്ങനെ പെട്ടെന്ന് ആ പെൺകുട്ടിയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും എന്ന് വീട്ടുകാർ ചർച്ച ചെയ്യുന്ന നിമിഷം ഓർമ്മിച്ചുകൊള്ളുക, ഒരു സ്വീകരണ മുറി എന്ന് പറയുന്നത് ഒരു കച്ചവട മുറിയാണ്. ഒരു വിദ്യാലയത്തിനകത്ത് ഡൊണേഷനെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോഴും ഒക്കെ പെട്ടെന്ന് ആ ആലയം കച്ചവട സ്ഥലമായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ ഇത്രയും പണമുണ്ടെങ്കിൽ മാത്രമേ ഈ ഓപ്പറേഷൻ നടക്കൂ എന്നൊക്കെ ഒരു ഡോക്ടർ ചടിക്കുമ്പോഴേക്കും മറ്റൊരാലയം, ആതുരാലയം എന്ന് പറയുന്നത് കച്ചവട സ്ഥലമായിട്ട് മാറുകയാണ്. മനുഷ്യൻ്റെ ഇങ്ങനെ ജീവിതമാണ്, അവനവൻ്റെ പ്രാണനാണ് ഏറ്റവും വലിയ ആലയം എന്നൊക്കെ യേശു പഠിപ്പിച്ചിട്ടുണ്ട്, തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ച്. അപ്പോൾ ശരീരമാകുന്ന ആലയം കച്ചവട സ്ഥലമാകരുതെങ്കിൽ ശിരസിൽ നിന്ന് തെല്ല് തള്ളിമാറ്റേണ്ട ഒരു വാക്കിൻ്റെ പേരാണ് ലാഭം. ഇത്രയും ലാഭനഷ്ടങ്ങളെക്കുറിച്ച് പരിഗണന ആവശ്യമില്ല. അത് ഒരു പക്ഷേ ഈ പോയറ്റ്സിന് മാത്രം മനസ്സിലാവുന്ന, ആർട്ടിസ്റ്റുകൾക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമായത്. പലപ്പോഴും നമ്മളുടെ കാലത്തൊക്കെ നമ്മളവരെ ഫലശൂന്യരായ മനുഷ്യരെന്നാണ് കണക്കാക്കുക. അവരെങ്ങും എത്തിയിട്ടില്ല, കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, അവരലഞ്ഞു കിടക്കുന്നു. പക്ഷെ എന്തോ ഒരു കാര്യം ഈ ഭൂമിയുടെ അഴകുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ച് നീട്ടുന്നുണ്ട്. ഇങ്ങനെ മൈക്കലാഞ്ചലോയുടെ ആ ഒരു പ്രശസ്തമായ പിയാത്തയുമായി ബന്ധപ്പെട്ട് വായിച്ചു കേട്ട ഒരനുഭവം കണക്കായത്. ശില്പം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു നിലാവുള്ള സന്ധ്യയിലാണ്. ജോലിക്കാരെയാണ് കൊണ്ടുവരുന്നത്. അവർ വെറുതെ അതിൻ്റെ ചുമട്ട് തൊഴിലാളികൾ മാത്രമാണ്. സാമാന്യം ഹെവിയായ ഒരു ശില്പമായത് പിയാത്തെന്ന് പറയുന്നത്. അതിങ്ങനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇത് കൊണ്ടുവന്ന മനുഷ്യർ പറയുന്നു, ഞങ്ങളിന്ന് കണ്ടോട്ടെ. അങ്ങനെ പള്ളിയങ്കണത്തിൽ വെച്ച് ഈ പറയുന്ന കൂലിപ്പണിക്കാർക്ക് വേണ്ടി ആദ്യമായിട്ട് ഈ ശില്പം അനാവൃതം ചെയ്യപ്പെടുകയാണ്.
നിലാവത്ത് അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഭൂമിയുടെ എല്ലാ ദുഃഖവും ഇങ്ങനെ ആയിട്ടുള്ള ഒരു ശില്പം. മടിയിൽ കിടക്കുന്ന മകൻ, അതിങ്ങനെ നിലവിളികളോ ചോരപ്പാടുകളോ ഇല്ലാത്തൊരു ശില്പമാണ് വാസ്തവത്തിൽ. പക്ഷെ അതിനകത്ത് ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖവും ഇങ്ങനെ ഘനീഭവിച്ചിട്ടുണ്ട്. ഈ ശില്പം നോക്കി ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ഈ തൊഴിലാളികൾ നിൽക്കുക. അതിനുശേഷം അവരെ പിരിച്ചുവിടാനായിട്ട്, അവർക്കുള്ള കൂലി കൊടുക്കാനായിട്ട് ആഞ്ചലോ ശ്രമിക്കുമ്പോഴേക്കും അവർ കൈകൂപ്പിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കൂലി വേണ്ട, ഞങ്ങളുടെ കൂലി കിട്ടിയിട്ടുണ്ട് എന്ന് ആകാശത്തെ നോക്കി ഉരുവിട്ടുകൊണ്ട് അവരിങ്ങനെ ഇറങ്ങിപ്പോയി. ഇങ്ങനെ എന്തോ ചില കാര്യങ്ങൾ ഈ കൂലിക്കകത്ത് ഒതുങ്ങാത്ത, ഈ പറഞ്ഞ പേഴ്സിനകത്ത് വാലറ്റിനകത്ത് ഒതുങ്ങാത്ത എന്തോ ചില കാര്യങ്ങളുണ്ട്. അത്തരം ചില ഭംഗികൾക്കുള്ള ഇടമായിട്ട് നിങ്ങളുടെ ശിരസ്സിനെ നിലനിർത്താമെന്നുള്ള പ്രധാനം. ആരും ആരുടെയും ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കാൻ പാടില്ല. നമ്മളിതിനെപ്പോഴും നമുക്ക് പുറത്തുള്ള ചില കാര്യങ്ങളായിട്ടാണ് സങ്കല്പിക്കുന്നത്. നമ്മുടെ തന്നെ പ്രാണനുമായി ബന്ധപ്പെട്ട്, നമ്മുടെ തന്നെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിചാരമാണ് ഇത്. ശിരസ്സിനെ ഇത്രയും കച്ചവട സ്ഥലമാക്കാൻ പാടില്ല. രണ്ടാമതായിട്ട് ഈ തുറന്നു പിടിച്ചൊരു കണ്ണ് ആവശ്യമുണ്ട്. കുറേ കൂടി ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് തുറന്നു പിടിച്ചൊരു കണ്ണ് ആവശ്യമുണ്ട്. അവനവൻ്റെ സങ്കല്പങ്ങളിൽ പെട്ടുപോവുകയാണ്. നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്കുണ്ടല്ലോ, ബ്ലൈൻഡ് എന്ന് പറഞ്ഞൊരു വാക്ക്. ഇപ്പോൾ ഒരു പ്രണയത്തിൽ പോലും നമ്മൾ പറയുന്ന വാക്കാണ് ഇത്, പ്രണയത്തിൽ അന്ധമായിപ്പോയി. അതുപോലെ ഇങ്ങനെ മനുഷ്യർ പല രീതികൾക്കകത്തും ഇങ്ങനെ അന്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ പാർക്കുന്ന ലോകത്തിൻ്റെ ഒരു വ്യാകുലങ്ങളും അവരുടെ റെറ്റിനയിലേക്ക് പതിക്കുന്നില്ല, അവരൊന്നും കാണുന്നില്ല. കുറേ കൂടി ഈ തുറന്നു പിടിച്ചൊരു മിഴികളുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈശോയൊക്കെ പറയുന്നതിനൊക്കെ ഇങ്ങനെ കണ്ണുയർത്തി നോക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ തുറന്നു പിടിച്ച കണ്ണുകളോടും ലോകത്തെ കാണാനായിട്ടുള്ള ക്ഷണം കൂടി ഗൗരവമായിട്ട് എടുത്താൽ നല്ലതാണ്. നമ്മളുണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്യൂഡോ സങ്കല്പങ്ങളിൽ നമ്മളിങ്ങനെ അഭിരമിച്ചുകൊണ്ടിരിക്കുക, അതിനകത്ത് നമ്മൾ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുക. യേശു ഉയർത്തുന്ന ആരോപണം കണക്ക് ഇങ്ങനെ രണ്ട് തരത്തിൽ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുക, കല്യാണം കഴിക്കുക, കഴിപ്പിക്കുക. ഇത് യേശു പറയുന്നത് നോഹയുടെ കാലത്തെക്കുറിച്ചാണ്. പക്ഷേ ഏതൊരു കാലമാണ് ഇതിനേക്കാൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. എല്ലാ മനുഷ്യരുടെയും ജീവിതം ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ചുരുങ്ങിപ്പോവുകയാണ്. ഈ രണ്ട് കാര്യവും മോശപ്പെട്ട കാര്യമെന്നല്ല ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ രണ്ട് കാര്യവും ഈ കുറേ കൂടി മുമ്പോട്ട് പോകേണ്ട, ട്രാൻസെൻഡ് ചെയ്യേണ്ട കാര്യമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയത് പറയുന്നത്. കല്യാണം കഴിക്കുക, കഴിപ്പിക്കുക. അതിനേക്കാൾ മീതിയായിട്ട് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? രണ്ട് കല്യാണങ്ങൾക്കുള്ള ഒരു അരങ്ങായിട്ട് മാത്രം മനുഷ്യ ജീവിതത്തെ ധരിച്ചിരിക്കുന്ന കഷ്ടമല്ലേ? ചെറിയ പ്രായം തൊട്ടേ നമ്മൾ സങ്കല്പിക്കുന്ന കുടുംബജീവിതത്തെക്കുറിച്ചാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പഠിക്കുകയും അല്ലെങ്കിൽ മിടുക്കരായിട്ട് നിൽക്കാൻ ശ്രമിക്കുകയും ആരോഗ്യമുള്ളവരായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നതൊക്കെ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. ഒടുവിൽ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴേക്കും ജീവിതത്തിന് രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് അതിനകത്തുനിന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളെ സെറ്റിൽ ചെയ്യിക്കുക. ഓർത്ത് കഴിഞ്ഞാൽ വളരെ വിഷമം തോന്നിക്കുന്നൊരു വിചാരമാണ് ഇത്. ഒരു 10-70 വർഷം ഈ മണ്ണിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ജീവിച്ചത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഒന്ന്, അവനവൻ്റെ ജീവിതം സെറ്റിൽ ചെയ്യുക. രണ്ട്, അതിനകത്ത് പറഞ്ഞ കുഞ്ഞുങ്ങളെ സെറ്റിൽ ചെയ്യിക്കുക. ഇത്രയൊക്കെയോ മതിയോ വാസ്തവത്തിൽ നിങ്ങൾ പാർത്ത ലോകത്തോടുള്ള നിങ്ങളുടെ ഒരു ദൗത്യം, നിങ്ങളുടെ ഒരു കടപ്പാട്? അപ്പോൾ കുറേ കൂടി ഇങ്ങനെ തുറന്ന മിഴികളോടുകൂടി നിൽക്കാൻ പറ്റുമ്പോൾ ഈ അവനവൻ്റെ ചെറിയ ദുഃഖങ്ങളെ ബൈപ്പാസ് ചെയ്യാൻ കൂടി പറ്റും. ഈ ദുഃഖം എന്ന് പറയുന്നത് തന്നെ ആകാശം ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്നതാണ് പറയുന്നത്. നിങ്ങൾ ദുഃഖിതനായൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത, നിങ്ങൾ കൂനിപ്പിടിച്ചിരിക്കുന്ന ഇടത്തു നിന്ന് പുറത്ത് കിടക്കുക എന്നുള്ള. ലോകത്തോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴേക്കും ഇത്രയും ദുഃഖത്തിന് നിങ്ങൾക്ക് അവകാശമില്ല. രണ്ടിങ്ങനെ ഈ തുറന്നു പിടിച്ച കണ്ണെന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാ കാലത്തെയും ഇങ്ങനെ തീക്ഷ്ണമായ അപനങ്ങളുടെ ഒരു ഐക്യനായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ ചെഗുവര. ഈ മനുഷ്യൻ വാസ്തവത്തിൽ ഒരു ഡോക്ടറായിരുന്നു. എന്നിട്ട് തൻ്റെ ആ ഒരു കരിയർ തരുന്ന ഒരു സമാധാനവും സുരക്ഷിതത്വമായിരുന്നില്ല ഈ മനുഷ്യൻ തിരഞ്ഞത്. അയാളിങ്ങനെ ജീവിതകാലം മുഴുവൻ അലയുകയും പാവപ്പെട്ട മനുഷ്യരോടൊപ്പം സഞ്ചരിക്കുകയും ഒടുവിൽ ഈ മനുഷ്യന് ഈ മന്ത്രിസഭയിൽ അംഗമായി മാറിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു സൗഭാഗ്യങ്ങൾ പോലും തനിക്ക് താങ്ങാനാവില്ലെന്ന് കരുതിയിട്ട് വീണ്ടും വനങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ഇങ്ങനെ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഡോക്ടർ എന്നാണ്, ഡോക്ടർ ഗുവേര. അദ്ദേഹത്തെ ഇങ്ങനെ വളഞ്ഞു പിടിക്കുക ബൊളീവിയൻ വനങ്ങളിൽ വെച്ച്. വെടിയേറ്റ് വീഴുമ്പോഴേക്കും ഇദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോഴും ആ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിരിക്കുന്ന ഒരു കണ്ണായിരുന്നു പറയുക. പക്ഷെ അതിൻ്റെ ഒരു പോയട്രി ആയിട്ട് എടുത്താൽ ഭയങ്കര പ്രധാനപ്പെട്ടൊരു വിചാരം. മരിക്കുമ്പോഴും ഒരാളുടെ കണ്ണിങ്ങനെ തുറന്നു പിടിക്കുന്നു. കുറേ കൂടി അവനവൻ പാർക്കുന്ന ലോകത്തോട് തുറന്നു പിടിച്ച കണ്ണ്, പിന്നെ ഇങ്ങനെ വളരെയേറെ ശ്രദ്ധയുള്ളൊരു ജീവിതം.
വലിയ ചെവിയുള്ള മനുഷ്യാവുക എന്നുള്ള. ബുദ്ധയുടെയൊക്കെ പടം വരക്കുന്ന വളരെ സിമ്പിളാണ്. ചെറിയ വട്ടം വരക്ക്, പിന്നെ മറ്റൊരു ചെറിയൊരു വട്ടം കൂടി വരക്ക്, പിന്നെ രണ്ട് ഇങ്ങനെ പടവളം കണക്കോ കുമ്പളം കണക്കോ രണ്ട് വലിയ ചെവി വരക്കുമ്പോൾ ബുദ്ധ എന്ന് പറയുന്ന കണക്ക് അങ്ങനെ ഒരു മനുഷ്യ ഒരിക്കലും ഉണ്ടാവില്ലോ. പിന്നെ എന്തുകൊണ്ടായിരിക്കണം ബുദ്ധ വരക്കുമ്പോഴിങ്ങനെ വലിയ ചെവി വരക്കുന്നത്? അയാൾക്ക് ഭയങ്കരമായ ശ്രദ്ധയുള്ള മനുഷ്യനായിരുന്നു. കുറേ കൂടി ഇങ്ങനെ ശ്രദ്ധ പുലർത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട. മനുഷ്യർ പല കാര്യങ്ങളും നിങ്ങളോട് പറയാതെ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞാൽ മാത്രം പിടുത്തം കിട്ടുന്ന വിധത്തിൽ ലോകം എത്രയും ആരവങ്ങളുടെയും ഒച്ചയുടെയും ദേശമായി മാറിപ്പോയി. നിങ്ങൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് നിൻ്റെ കണ്ണ് നിറഞ്ഞത്? എന്തുകൊണ്ടാണ് പെട്ടെന്ന് അയാളുടെ തോള് കുനിഞ്ഞു പോയത്? എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി പെട്ടെന്ന് തൻ്റെ മുഖം മറച്ചു പിടിച്ചത്? അങ്ങനെ കുറേ കൂടി സെൻസിറ്റിവിറ്റിയുള്ള ഒരു ലോകം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ചെവിയുടെ കാര്യം പറയുമ്പോഴാണ് ഈ ഫ്രാൻസിസുമായി ബന്ധപ്പെട്ടും ആ നിരീക്ഷണമുണ്ട്. അസിസിലെ ഫ്രാൻസിസുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആദ്യകാല ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണും ഒക്കെ ഇങ്ങനെ വലിയ ചെവി ഉണ്ടായിരുന്നു. പൊതുവേ ഒരു ചെറിയ മനുഷ്യനാണ് ഫ്രാൻസിസ് എന്ന് പറയുന്നത്. അയാളുടെ ചെവിയും ആനുപാതികമായിട്ട് ചെറുതായിരിക്കും. എന്നിട്ടും എന്തിനാണ് ഈ വലിയ ചെവി വരക്കുന്നത്? ഒരു ലിസണിങ് ഉണ്ടായിരുന്നു. ആ ലിസണിങ്ങിലൊക്കെയാണ് ചില കഥകളൊക്കെ ഇപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടായിട്ട് മാറുക. ഇങ്ങനെ ഉപവാസത്തിൻ്റെ ഒരു കാലമാണ്. ആ കാലത്തിനകത്ത് ഇങ്ങനെ ഒരാൾക്ക് വിശക്കുന്നൊരു തോന്നൽ ഇങ്ങനെ ഫ്രാൻസിനുണ്ടാവുകയാണ്. ഒരു പക്ഷേ അയാളുടെ വിശപ്പിൽ ഇത്തിരി ഒന്ന് ചെറുതായിട്ട് കരയുന്ന വല്ല ഈ മനുഷ്യൻ കേട്ടുണ്ടാവും. അങ്ങനെയാണ് പാരമ്പര്യം പറയുന്നത്. പിന്നെ കാണുന്നത് വലിയൊരു സംഭവം, ഇയാൾ തന്നെ അടുക്കളയിലേക്ക് പോയിട്ട് ഈ പറഞ്ഞ ഉപവാസം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പാതിരാകുമ്പോൾ വലിയ വിരുന്ന് ഉണ്ടാക്കി എന്നിട്ട് എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുക. ഈ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. മനുഷ്യൻ എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കാനുള്ളൊരു സെൻസിറ്റിവിറ്റി. ഈ അവസ്ഥയിൽ നമ്മുടെ കാലത്ത് പലർക്കും നഷ്ടമാകുന്നത് ഈ പറയാതെ പോകുന്ന ചില കാര്യങ്ങളെ വായിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ശ്രദ്ധയില്ലാതെ പോകുന്നതുകൊണ്ട്. ഇപ്പോൾ മോശയെക്കുറിച്ച് പറയുന്നൊരു പാരമ്പര്യം ഇങ്ങനെയാണ്. മോശയെ ദൈവം കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? മോശയുടെ ആടുകളിലൊന്നിനെ കാണാതെ പോയി. അപ്പോൾ അതിനെ അന്വേഷിച്ച് മനുഷ്യൻ മരുഭൂമിയിലേക്ക് ചെല്ലുമ്പോഴേക്കും കാണാം അവിടെ ഒരു ചെറിയൊരു ഉറവയുണ്ട്. ആ ഉറവയുടെ അടുത്തിരുന്നുകൊണ്ട് ഈ പറഞ്ഞ ആട്ടിൻകുട്ടി വെള്ളം കുടിക്കുക. വാസ്തവത്തിൽ ഇയാൾക്ക് ഈ ആട്ടിൻകുട്ടിയോട് ദേഷ്യമോ വിഷമോ അല്ല തോന്നിയത്, മറിച്ച് ഇങ്ങനെ വല്ലാത്ത റിപ്പൻഡൻസാണ് തോന്നിയത്. അയാളോട് തന്നെ പറയുകയാണ്, കഷ്ടം, ആ ആട്ടിൻകുട്ടിക്ക് ദാഹിക്കുന്ന എനിക്ക് പിടുത്തം കിട്ടിയില്ലല്ലോ, അതുകൊണ്ടാണ് നെസ്റ്റേഡായിട്ട് പോകേണ്ടതായിട്ട് വന്നത്. അപ്പോൾ വാസ്തവത്തിൽ അതിങ്ങനെ ഇറങ്ങിപ്പോകാൻ കാരണം തൻ്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ട്, തൻ്റെ ഇൻസെൻസിറ്റിവിറ്റി ഉണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ചുട്ടുപൊള്ളുന്ന മണ്ണിലൂടെ ഈ മനുഷ്യൻ ഈ ആട്ടിൻകുട്ടിയെ നടക്കാൻ പോലും അനുവദിക്കാതെ ഇങ്ങനെ തോളെ വെച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ അയാൾ ഈ ആട്ടിൻകുട്ടിയെ തോളെ വെച്ചുകൊണ്ട് മരുഭൂമിക്ക് കുറേ കടക്കുമ്പോഴാണ് യഹോവ അവനെ കണ്ടെത്തുകയും ഇങ്ങനെ വിളിക്കുകയും ചെയ്യുന്നതൊക്കെയുള്ള യഹൂദരുടെ ഒരു പാരമ്പര്യമുണ്ട്. ഈ കൂടെ പാർക്കുന്നവർക്ക് വിശക്കുന്നു, കൂടെ പാർക്കുന്നവർക്ക് ദാഹിക്കുന്നു എന്നൊക്കെ പിടുത്തം കിട്ടണമെങ്കിൽ അവരത് പറയണോ? പലതരം ബന്ധങ്ങളെക്കുറിച്ച് ഈ കാലങ്ങളിൽ കേൾക്കുന്നുണ്ട്. നമ്മൾ ഉടനെ തന്നെ അതിനിങ്ങനെ ശരീരത്തിൻ്റെ കാമനകളുമായി ബന്ധപ്പെട്ട് വളരെ എന്ത് ചെയ്യുന്നുണ്ട്, ദുഷിപ്പോടുകൂടി അത്തരം വിചാരങ്ങളെക്കുറിച്ച് പറയുക. വീടിനകത്ത് അർഹമായ അംഗീകാരവും ശ്രദ്ധയും ഒക്കെ കിട്ടിയില്ലെങ്കിൽ മനുഷ്യർ ചാഞ്ഞു പോകുന്നതിനകത്ത് നമ്മൾ അവരെയാണോ കുറ്റപ്പെടുത്തേണ്ടത്, അതോ മോശ ചെയ്ത കണക്ക് ഇങ്ങനെ അനുതാപത്തോടുകൂടി അവരെ തോളയിലെടുത്ത് മടങ്ങി വരികയാണോ വേണ്ടത്? ഇങ്ങനെ ഒരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ യേശുവിൻ്റെ കണക്ക് ഒരു പിളർന്നൊരു ഹൃദയം എല്ലാ പള്ളികൾക്കകത്തും അതുണ്ടല്ലോ. എന്തിനാ ഈ പള്ളിയുടെ കൃത്യം നടുക്കായിട്ട് അവൻ്റെ രൂപം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ കുറേ കൂടി ഈ തുറന്ന ഹൃദയമുള്ളവരായിട്ട് ജീവിക്കാനായിട്ടുള്ള ക്ഷണമാണ്. അവിടെ നിന്ന് ഇപ്പോഴും രക്തവും ജലവും ഒഴുകുന്നുണ്ട്. രക്തവും ജലവും ഒഴുകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോഴും അവനിങ്ങനെ നമ്മുടെ മധ്യേ ഇങ്ങനെ സജീവമാണ്. എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞാലും സമാധാനം കിട്ടാത്ത മനുഷ്യർക്ക് സമാധാനം കൊടുക്കുന്ന ഏക വാക്ക് എന്താണ്? യേശു സ്നേഹിക്കുന്നുള്ളതല്ലേ. ഇപ്പോൾ പോലും അത് പറയുമ്പോഴേക്കും എന്തൊരു തണുപ്പാണ് വരുന്നത്. അപ്പോൾ നാലിങ്ങനെ ഒരു പിളർക്കപ്പെട്ട നെഞ്ചുണ്ടായിരിക്കുക എന്നുള്ള പ്രധാനം. ഓൾറെഡി നമ്മൾ പറഞ്ഞ ഈ സെൻസിറ്റിവിറ്റിയുടെ തന്നെ മറ്റൊരു പ്രതീകമായിട്ട് ഇതിനെ കണ്ടാൽ മതി. പിന്നെ ഈ തകരാത്ത ഒരു നട്ടലുണ്ട്. യേശുവിനെക്കുറിച്ച് പറയുന്നൊരു പ്രധാനപ്പെട്ടൊരു വിചാരം അതാണ്, അവൻ്റെ എല്ലുകളൊന്നും തകർത്തില്ല. യേശു വല്ലാത്തൊരു കോമ്പിനേഷനാണ്. ചെറുപ്പക്കാരുടെ ചില ഒത്തുചേരലുകളിലൊക്കെ ഞാൻ ആ കോമ്പിനേഷനെക്കുറിച്ച് ഇങ്ങനെ വളരെയേറെ വാചാലമാകാറുണ്ട്. ഇങ്ങനെ പിളർന്ന നെഞ്ചും ഇങ്ങനെ തകർക്കാത്ത നട്ടലും.
ഇത് നമ്മളിങ്ങനെ പലപ്പോഴും ഇങ്ങനെ കമ്പൈൻഡ് ആവുന്നില്ല. ചിലർ വളരെയേറെ ഈ നട്ടലുള്ള മനുഷ്യരായിട്ട് അനുഭവപ്പെടുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ സെൻസിറ്റിവിറ്റിക്കകത്ത് നമുക്ക് ധൈര്യമില്ല. വേറെ ചിലരിങ്ങനെ ഹൃദയത്തിൻ്റെ അകത്ത് വലിയ സെൻസിറ്റീവ് പുലർത്തുമ്പോൾ അവരെ നട്ടലെല്ലാത്തിനും വളഞ്ഞു പിടിക്കുന്ന ഒന്നാണ്. എന്തൊരു നട്ടലുള്ള മനുഷ്യൻ്റെ പേരാണ് യേശു. വാസ്തവത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വായന കിട്ടിയിട്ടുണ്ട്. വാസ്തവത്തിൽ നമുക്കറിയാം, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആരുടെയെങ്കിലും ഇടപെടലില്ലാതെ യേശു നടത്തിയ രണ്ടേ അത്ഭുതമേ ഉള്ളൂ വേദപുസ്തകത്തിലെന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാവുന്നത്. ആ 2 അത്ഭുതങ്ങളും മനുഷ്യന് നട്ടലുമായിട്ട് ബന്ധപ്പെട്ട. ഒന്നിങ്ങനെ ബെസെയ്ത കുളപ്പടവുകളിൽ ഇങ്ങനെ വർഷങ്ങളോളം കിടക്കുന്ന ഒരു മനുഷ്യൻ, തളർവാദ രോഗിയായൊരു മനുഷ്യൻ, അയാളുടെ നേരെ നിൽക്കാനാണ് യേശു പറയുക. പിന്നെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, യേശു സിനഗോഗിലേക്ക് വരുമ്പോഴേക്കും കൂന് പിടിച്ചൊരു സ്ത്രീ. ആ കൂനിനകത്ത് അവളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ദുര്യോഗമുണ്ട്. അവളുടെ ജീവിതത്തിലെ ദുര്യോഗമല്ല, ഒരു സ്ത്രീ എന്ന നിലയിൽ അവളുടെ കാലത്തിൽ അവൾ അനുഭവിച്ച ദുര്യോഗം മുഴുവനുണ്ട്. ആ കൂന് പിടിച്ച സ്ത്രീയോട് ഇങ്ങനെ യേശു നേരെ നിൽക്കാൻ പറയുന്നു. മനുഷ്യരിങ്ങനെ വീൽ ചെയറിലിരിക്കുമ്പോഴും മനുഷ്യരിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സ്വന്തം മുറിയിലോട്ട് ഒതുങ്ങുമ്പോൾ പോലും അവരുടെ സങ്കല്പത്തിലെ നട്ടലെന്ന് പറയുന്നത് നേരെ ആയിരിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊരു സ്ട്രോങ് ആയൊരു മനുഷ്യനാണ് യേശു എന്ന് പറയുന്നത്. ഒന്നിനും വിധേയപ്പെട്ടില്ല, ഒരു തരത്തിലും വിധേയപ്പെട്ടില്ല. നമുക്കറിയാം, ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും ആ കുറുക്കനോട് പറ, നാളെയും മറ്റന്നാളും ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് തിരികെ വിട്ട മനുഷ്യൻ്റെ പേരാണ് യേശു. പക്ഷേ എന്നാൽ ഇതേ യേശു തന്നെ ഏതെങ്കിലുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾക്ക് രോഗം ആണെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരെതിർത്താൽ പോലും കൂടെ പോവുകയും ചെയ്യും. അപ്പോൾ അവൻ്റെ പ്രയോറിറ്റികളെന്ന് പറയുന്നത് ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട, മനുഷ്യന് മൂല്യം കൊടുക്കാത്ത ഒരു കാര്യത്തിനകത്തും തലകുനിക്കാനായിട്ട് യേശു തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒടിയാത്ത ഒരു നട്ടല്ല, അതിങ്ങനെ ചുണ്ടുകൂടി ഇരിക്കുമ്പോൾ പോലും ഈ നട്ടലെന്നൊക്കെ പറയുന്ന ഒക്കെ നമ്മളീ പറയുന്ന കാര്യങ്ങൾ വെറുതെ മെറ്റഫറായിട്ട് എടുത്താൽ മാത്രം മതി. ഒരു ഫിസിക്കലായ ഒരു അനാട്ടമി വർത്തമാനങ്ങളല്ല ഇതെന്ന് ഇങ്ങനെ കൂട്ടി പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഈ വിരിച്ചു പിടിച്ച കരമെന്ന് പറയുന്ന ഒന്ന്, ഇങ്ങനെ വിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ എന്തിനാ കരം? ഓരോ കുരിശും നമ്മളോട് പറയുന്നത് കുറേ കൂടി എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ള, അവനവൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് അണച്ചു പിടിക്കുക, ലോകത്തേക്ക് അണച്ചു പിടിക്കുക, ആശ്രയമില്ലാത്തവരിലേക്ക് അണച്ചു പിടിക്കുക. ഇങ്ങനെ കരങ്ങളിങ്ങനെ എക്സ്റ്റെൻഡ് ആവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഹാപ്പി ഹോർമോൺസ് എങ്ങനെയാണ് രൂപപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വിചാരമൊക്കെ നമ്മൾ പണ്ട് ഒരു ഗുരുജനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെ കൈ വിരിച്ചു പിടിക്കാത്ത ഒരാൾക്കും ഹാപ്പി ആവാൻ പറ്റത്തില്ല. മനുഷ്യരിങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും അവർ ചുരുങ്ങിപ്പോകുമ്പോൾ അവരിൽ ഈ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്ന സംഭവം ഒരിക്കലും സംഭവിക്കില്ല. വിരിച്ചു പിടിച്ച കരമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട. അവസാനമായിട്ട് ഇങ്ങനെ വിണ്ടുകീറിയ കാൽപാദങ്ങൾ സദാ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക. വാസ്തവത്തിൽ ഈ ലോക്ക്ഡൗൺ കാലത്തിനകത്തൊക്കെ നമുക്ക് പിടുത്തം കിട്ടിയ കാര്യം എന്താണ്? ഈ ചെറിയ ചെറിയ സഞ്ചാരങ്ങൾ പോലും എത്ര പ്രഷ്യസ് ആയിരുന്നു. നമുക്ക് നമ്മുടെ നിരത്തുകളിലേക്ക് പോലും പോകാനായിട്ടുള്ള അവകാശമില്ല, അടുത്തുള്ളൊരു ബന്ധുവിനെ പോയി കാണാൻ അവകാശമില്ല, സർജറി കഴിഞ്ഞൊരു വ്യക്തിയുടെ കൂടെ പോയിരിക്കാനായിട്ട് അവകാശമില്ല. ഇങ്ങനെ യാത്രകളൊക്കെ ഇങ്ങനെ മുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ സഞ്ചരിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമായിരുന്നു. കുറേ കൂടി ഇങ്ങനെ അപരനിലേക്ക് സഞ്ചരിച്ച പാദങ്ങൾ വിണ്ടുകീറട്ടെ. നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ടല്ലോ, സുവിശേഷം പ്രഘോഷിക്കുന്നവരെ പാദങ്ങൾ സുന്ദരം. സുവിശേഷവും പാദമായിട്ട് എന്താ ബന്ധം? അപ്പോൾ വാസ്തവത്തിൽ പറഞ്ഞ സുവിശേഷമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമാധാനവും സ്നേഹവും പ്രത്യാശയും കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ യാത്രകളാണ് പ്രധാനം. അതുകൊണ്ടാണ് ഈ കാൽപാദങ്ങൾ സുന്ദരം എന്ന് പറയുന്നത്. ഏത് സുവിശേഷം പ്രഘോഷിക്കുന്നവരും കുറേ കൂടി സഞ്ചരിക്കേണ്ടതിരിപ്പുണ്ട്. അല്ലെങ്കിൽ സഞ്ചാരങ്ങളിലൂടെയാണ് ഈ സുവിശേഷത്തിന് തെളിമയുണ്ടാകുന്നത്. കണ്ട വിചാരങ്ങളെ ഒന്ന് വളരെ വേഗത്തിൽ ക്രോഡീകരിക്കുകയാണ്. ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു രൂപങ്ങൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. നമ്മൾ ഭാഷ പഠിക്കുന്നതും കവിത പഠിക്കുന്നതൊക്കെ അതിനു വേണ്ടിയാണ്. സുവിശേഷം അങ്ങനെ രൂപകങ്ങളുടെ പുസ്തകമാണ്. അത്തരം രൂപകങ്ങളുടെ പുസ്തകത്തിനകത്തുനിന്ന് യേശു തനിക്ക് വേണ്ടി കണ്ടെത്തിയ രൂപകമെടുത്ത് നമ്മൾ കാണുകയായിരുന്നു. ഞാൻ പച്ച മനുഷ്യരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ കാൽപാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് എന്താണ് ഈ ജൈവമനുഷ്യൻ എന്ന് പറയാനുള്ള ശ്രമത്തിലായിരുന്നു. ഒന്ന്, ഈ ശിരസ്സിൽ കാര്യമായ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് വ്യാകുലതയില്ലാത്ത ഭാവനയുടെ മനുഷ്യൻ. 2, സദാ തുറന്നു പിടിച്ച കണ്ണ്. 3, ഇങ്ങനെ കുറേ കൂടി ശ്രദ്ധയുള്ള വലിയ ചെവിയുള്ള മനുഷ്യൻ. 4, ഇങ്ങനെ തുറന്നു പിടിച്ച വിണ്ടുകീറിയ ഒരു ഹൃദയം. 5,
വിരിച്ചു പിടിച്ച കരം. 6 ഇങ്ങനെ അവരിലേക്ക് സഞ്ചരിക്കുന്ന, ആ സുവിശേഷം പറഞ്ഞു കൊടുക്കാനായിട്ട് സഞ്ചരിക്കുന്ന ആ നിർമ്മലമായ പാദങ്ങളുള്ളവർ. ആവർത്തിക്കുകയാണ്, അവരെ നമസ്കരിക്കുകയാണ്. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.